ഈ LLP പോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എൻറ്റിറ്റി അല്ല ഈ 1% കമ്പനി എന്ന് പറഞ്ഞാൽ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? 1% കമ്പനി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ഇപ്പം. അത് നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അതേ ഫോർമാലിറ്റീസ്, രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും എല്ലാം തന്നെയാണ്. ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഒറ്റയ്ക്കൊരു ബിസിനസ് തുടങ്ങണം, എനിക്ക് പ്രൊപ്പറേറ്ററായിട്ട് തുടങ്ങാം. പക്ഷേ കുറച്ചും കൂടി ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി വേണം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം, അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട്. എന്നാൽ എനിക്ക് വേറൊരാളെയും അതിൽ പങ്കുചേർക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് തുടങ്ങാവുന്ന ഒരു സംഭവമാണ് 1% കമ്പനി എന്ന് പറയുന്നത്. അത് അതിൻ്റെ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അതേ ഫോർമാലിറ്റീസ് എല്ലാം തന്നെയാണ്. ഇതിനകത്തൊരൊറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ, ആ ഒരു വ്യക്തി, ഇപ്പം ഞാനാണ് തുടങ്ങുന്നതെങ്കിൽ ഞാനായിരിക്കും അതിനകത്ത് ഡയറക്ടർ, ഞാനായിരിക്കും അതിനകത്ത് ഷെയർ ഹോൾഡർ, പ്ലസ് ഞാനൊരു നോമിനിയും കൂടി അതിൽ വെക്കുന്നേ ഉള്ളൂ. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. അതല്ലാതെ വേറെ ലീഗൽ സ്ട്രക്ചറും വെച്ചാണെങ്കിലും രജിസ്ട്രേഷൻ കോസ്റ്റിലാണെങ്കിലും ഒന്നിലും തന്നെ ഒരു വ്യത്യാസവും വരുന്നില്ല. 1% കമ്പനി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊപ്പറേറ്റർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന, സെൻട്രൽ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ഇതാണെന്നേ ഉള്ളൂ. നമ്മളൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർക്ക്, അത് സർവീസ് ആയിക്കോട്ടെ, ഇപ്പം ട്രേഡിംഗ് ആണെങ്കിൽ പേരിന് വലിയ പ്രസക്തിയില്ല. പ്രത്യേകിച്ച് സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ അദ്ദേഹത്തിന് ഒരു വർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടീമിനെ നോക്കിയിട്ടായിരിക്കും അവരത് കൊടുക്കുന്നത്. ഇതിപ്പം ഈ 1% കമ്പനിയുടെ കേസിൽ പേരിൽ തന്നെ നമുക്ക് OPC അല്ലെ 1% കമ്പനി എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പേര് ഒരു കസ്റ്റമർ അത് വായിക്കുമ്പോൾ തന്നെ അറിയാം ഇയാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു വൺ മാൻ ഷോ ആണ് ഇതെന്ന്. പിന്നെ ആളുകളുടെ ആ വ്യക്തിയുടെ ഒരു മെൻ്റൽ ഇതിനു വേണ്ടി, സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമുക്കൊരു 1% കമ്പനി തുടങ്ങാം എന്നല്ലാതെ അത് ആ ഒരു 1% കമ്പനിക്ക് ഒരു കസ്റ്റമർ ബേസ് കൂട്ടാനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ക്രെഡിബിലിറ്റി കൂട്ടാനോ അതിനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നില്ല. അപ്പം 1% കമ്പനിയുടെ ഒരു ലീഗൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ലീഗൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കൊരു പ്രൊപ്പറേറ്ററി കൺസേൺ എടുത്തു കഴിഞ്ഞാൽ അതിന് അങ്ങനെ സെപ്പറേറ്റ് ലീഗൽ ഇതൊന്നുമില്ല. എന്നുവെച്ചാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ലീഗൽ സ്റ്റാറ്റസ് ഇല്ല. കാരണം ആ പ്രൊപ്പറേറ്ററിൻ്റെ പാനും കാര്യങ്ങളുമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇൻകം ടാക്സിൻ്റെ ആംഗിളിലാണെങ്കിലും വേറെ ഏതൊരു ഇതിലേക്ക് നമ്മൾ നോക്കിയാലും അതിന് വേറെ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയോ അങ്ങനെയൊന്നുമില്ല. അതേസമയം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ OPC 1% കമ്പനി, LLP, പാർട്ണർഷിപ്പ്, ഇതുപോലുള്ള കേസാണെങ്കിൽ ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് പാൻ കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടും എല്ലാം അതിൻ്റെ ആ സെപ്പറേറ്റ് ഒരു പാൻ കാർഡ് ബേസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഈവൻ GST നമ്പർ തന്നെ പാൻ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഈ ബാക്കി പ്രൊപ്പറേറ്റർ ഒഴികെ ബാക്കി ഈ പറഞ്ഞ 4 എണ്ണം, അതായത് LLP ഉണ്ട്, ഫേം ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, OPC, ഇതെല്ലാം സെപ്പറേറ്റ് ലീഗ് എൻറ്റിറ്റി ആയിട്ട് തന്നെ നമുക്കതിനെ കണക്കാക്കാൻ പറ്റും. പിന്നെ ഈ 1% കമ്പനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിന് കുറച്ച് കോസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടുതലായിരിക്കും. നമ്മൾ കോസ്റ്റ് വൈസ് ഒരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു 1/3 കോസ്റ്റേ ആവുള്ളൂ നമ്മൾ പുതിയൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്താൽ തന്നെ.